അല്ല, അയാളുടെ പശ്ചാത്തലം അങ്ങനെയാണ്. അല്ല, അതിപ്പോ ഞാനോ നിങ്ങളോ പറയേണ്ടതല്ല. നമ്മൾ മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ പറയേണ്ടതല്ല. അത് കസ്റ്റഡിയിൽ എടുക്കണ്ടേ, ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ, അല്ല മോട്ടീവ് എന്താണെന്ന് അറിയണ്ടേ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യം, ഞങ്ങളുടെ ചോദ്യം, അയാളെ ചോദ്യം ചെയ്യണ്ടേ, അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ വേണ്ടേ? എന്തുകൊണ്ടാണ് പോലീസ് ഒരു മുൻവിധിയോടുകൂടി അങ്ങ് വിട്ടയക്കുന്നത്, 1000 രൂപ പിഴ കൊടുക്കുന്നത്? അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച് സെക്യൂരിറ്റി വളരെ ബുക്കുണ്ട്, കൃത്യമായിട്ട് അതിന്റെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഗവർണറുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇത് ചെയ്യാൻ കഴിയില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. ആരാ പറഞ്ഞ അങ്ങനെ? ശബരി റെയിൽപാതയെ സംബന്ധിച്ച് റെയിൽവേ മന്ത്രി ബജറ്റിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശബരി റെയിൽപാതയ്ക്കുള്ള സത്വരമായിട്ടുള്ള നടപടികൾ പോവുകയാണ്. ഭൂമി ഏറ്റെടുക്കലിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സമയം വൈകിപ്പിക്കരുത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശബരി റെയിൽപാത നടപ്പാവും. നിങ്ങൾ ചോദിച്ചത് ഏത് വഴി വരും എന്നുള്ളതിനുള്ള ഉത്തരമാണെങ്കിൽ അതിനുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല. ശബരി റെയിൽപാത വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, ഫണ്ട് അതിനുള്ള റെയിൽവേ അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുക. ആളുകൾക്കില്ല. പത്രങ്ങൾ പറഞ്ഞു കിസാൻ സമ്മാൻ നിധി 24,000 ആക്കൂ, അല്ല 12. ഞാൻ പറയാം, എനിക്കറിയാം, സാധാരണക്കാരെല്ലാവരും വളരെ കൃത്യമായിട്ട് സാധാരണക്കാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എല്ലാ കണക്കും തരാം. ഹെൽത്ത് സെക്ടർ സാധാരണക്കാരൻ്റെയാണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ നീക്കി വെച്ചിട്ടുണ്ട്. മൻരേഗ സാധാരണക്കാരൻ്റെയാണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ മാറ്റിവെച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ മേഖലകളിലും ആരോഗ്യരംഗത്തും അതുപോലെ പാവപ്പെട്ടവരുടെ മേഖലകളിലും എല്ലാം പണം അധികം മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു തകരാറും ആർക്കുമില്ല. വോട്ട് ഓൺ അക്കൗണ്ട് ആണ് ഞങ്ങളെ സർക്കാർ. ജൂലൈയിൽ വളരെ നല്ല ബജറ്റ്, 2047 ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവുന്നതിനാവശ്യമായിട്ടുള്ള വളരെ നല്ല ബജറ്റ് അവതരിപ്പിക്കും. ഇത് ചില ആളുകൾ പടച്ചു വിടുന്നതാണ്. കുറെ കാര്യങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുക. വോട്ട് ഓൺ അക്കൗണ്ടിൽ സാധാരണ BJPക്ക് അങ്ങനെ ഫ്രീ ബീസ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ഒരു സുരക്ഷിതത്വ പ്രശ്നവും ഇല്ല. ജനങ്ങൾ മോദിയോടൊപ്പമാണ്. അതുകൊണ്ട് കുറച്ച് ഫ്രീ ബീസ് പ്രഖ്യാപിച്ച് ആളുകളെ കബളിപ്പിച്ച് പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ജനവിധി തേടേണ്ട ഒരു ആവശ്യവും BJPക്കില്ല. വെരി കോൺഫിഡന്റ് ആണ് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. 2024 വലിയ ഭൂരിപക്ഷത്തിൽ മോദി സർക്കാർ വരും. ജനങ്ങളുടെ വിശ്വാസം അത്രയ്ക്കും പ്രധാനമന്ത്രിക്കും NDAക്കും ഉണ്ട്. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ബാലഗോപാലിനോട് എനിക്കറിയാം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്. ബാലഗോപാലിനോട് പറയണം ചൈനീസ് മോഡൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോടൊന്ന് വിശദീകരിക്കണം. ഞങ്ങളോട് കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യം ചോദിക്കുന്നവർ, ബാലഗോപാൽ പറയുകയാണ് ചൈനീസ് മോഡൽ ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി പാട്ടകുലുക്കലാണെന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരു പ്ലാൻ ബിയും ഇല്ല. ചൈനീസ് മോഡൽ എന്താണെന്ന് അറിയണം. LDFന്റെ ഹിപ്പോക്രസി. അപ്പൊ നിങ്ങൾ എല്ലാം കൂടെ സിൻഡിക്കേറ്റ് ആണോ? അദ്ദേഹം ചോദിച്ചു നോക്കിയാ, അദ്ദേഹം ചോദിച്ചു നോക്കിയ കോർപ്പറേറ്റുകാരാണ് സാർ ജോലി കൊടുക്കുന്നത് ഇന്ത്യക്കാർക്ക്. നിങ്ങൾ എവിടെ കൊടുക്കുന്നു? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരളത്തിലെ സെൻട്രൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ വിദേശത്ത് നിന്ന് വന്നിവിടെ പിന്നെ സാമ്രാജ്യത്വം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. സർ, ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന, ഇവിടുത്തെ കോടിക്കണക്കിന് ആളുകളുടെ തൊഴിലവസരങ്ങൾ, ഇവിടുത്തെ സംരംഭകത്വം, ഇവിടുത്തെ വരുമാനം, എന്തോ വലിയ പാതകമാണ് കോർപ്പറേറ്റുകൾ എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. കോർപ്പറേറ്റ് അല്ലല്ല, രാജ്യം ഭരിക്കുന്നത് എങ്ങനെയാണ് കോർപ്പറേറ്റുകൾ? സാർ, എന്താണ് അതിന്റെ പേര്? ഇപ്പോഴത്തെ മാസപ്പടി വാങ്ങിയത് CMRL കോർപ്പറേറ്റ് ആണോ അല്ല ഇതാണോ തൊഴിലാളി വർഗ സർവാധിപത്യമാണോ? കോർപ്പറേറ്റുകളിൽ നിന്ന് മാസപ്പടിയും വാങ്ങി പിണറായി വിജയന്റെ പാർട്ടി ഇവിടെ നാണം കെട്ട പ്രചരണം നടത്തുകയാണ്. അവരുടെ പ്രചരണമാണിത്, മാധ്യമങ്ങളുടെ പ്രചരണമല്ല. ഇത് LDFന്റെ പ്രചരണമാണ്. ഇതൊക്കെ
LDF-ന്റെ ക്യാപ്സൂളാണെന്ന്. സർ, നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടി പറയാം. മോദി അധികാരത്തിൽ വരുമ്പോ ഞാൻ പറയട്ടെ ഇല്ല, ഈ അദാനി കേസ് നിങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. മോദി അധികാരത്തിൽ വരുമ്പോ BSNL നഷ്ടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ പറഞ്ഞു, LDF പറഞ്ഞു, അർബൻ നക്സലുകൾ പറഞ്ഞു, ഇതാ ഫോണുകളെല്ലാം പ്രൈവറ്റൈസ് ചെയ്യണം, എല്ലാം അദാനിക്ക് കൊടുത്തു. അദാനി അംബാനി കീഴടക്കി. ഡാറ്റ ചാർജ് കൂടും, കോൾ ചാർജ് കൂടും. ഇപ്പൊ സഖാക്കളെല്ലാം ഉപയോഗിക്കുന്നത് അംബാനിയുടെയാണ്. ഒരു ചാർജും കൂടിയില്ല. മത്സരം വന്നു. എവിടെ കൂടി സർ? 16 ഒരു ഇൻകമിംഗ് കോളിൽ സർ, താങ്കൾ ഇത്രയും എന്താ പറയാ, ഒരു നമ്മൾ രാഷ്ട്രീയമാവാം, പക്ഷെ ഇത്രയും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ചെലവ് കുറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. ആ BSNL ഇന്ന് ലാഭത്തിലായി. ഏറ്റവും പ്രോമിസിംഗ് ഒരൊറ്റയാളെ പിരിച്ചുവിട്ടില്ല. അവരോട് മറുപടി പറഞ്ഞില്ല. സഖാക്കൾക്ക് ലാഭത്തിലായി. ആര് പറഞ്ഞു? BSNL-ന്റെ നഷ്ടം പറഞ്ഞു, BSNL ലാഭത്തിലായി. ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടില്ല. എന്നിട്ട് ഇല്ലാത്ത പ്രചോദനം ഇതെല്ലാം CPM-ന്റെയും അർബൻ നക്സലുകളുടെയും പ്രചരണമാണ്. ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും അദാനി അംബാനി എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന പാട്ട് ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല. നരേന്ദ്രമോദി പാവപ്പെട്ടവരുടെ സർക്കാരാണ്, സൂട്ട് ബോർഡ് സർക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നടപ്പാക്കിയ എല്ലാ പദ്ധതികളും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രചരണം ആരും അംഗീകരിക്കുന്നില്ല. വേറെ